ഹായ് എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്ത് എല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് റെഡി ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും അല്ലെ. 2025 എനിക്ക് ഭയങ്കര നല്ല വർഷമായിരിക്കുള്ളൂ, ഞാൻ ഈ വർഷം കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും, എന്റെ ലൈഫ് തന്നെ മാറ്റും എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും അല്ലെ. എല്ലാ ന്യൂ ഇയറിനും നമുക്ക് ഉണ്ടാവുന്നതാണ് ഈ ഒരു മോട്ടിവേഷൻ, ശരിയല്ലേ? പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞാല് ഈ മോട്ടിവേഷന്റെ ആ ഒരു തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ശരി പിന്നത്തേക്കാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ക്യൂസുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് നീട്ടി നീട്ടി കൊണ്ടുപോയി അടുത്ത വർഷമാവും. പിന്നെ അടുത്ത വർഷം ഇതേ സെയിം റെസൊല്യൂഷൻ തന്നെ വെച്ചിട്ട് നമ്മൾ പിന്നെയും ന്യൂ ഇയർ ആഘോഷിക്കാൻ നിൽക്കും. ശരിയല്ലേ? ഇതല്ലേ സംഭവിക്കാറുള്ളത്? എന്നോട് പലരും പറയാറുണ്ട്, ഈ മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിലും എന്റെ ഈ വീഡിയോസ് വന്ന് കാണുന്നവരാണെങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും എനിക്ക് വർക്ക് ചെയ്യുന്നില്ല, ഇതൊന്നും എന്നെ കൊണ്ട് പറഞ്ഞിട്ടുള്ള പണിയല്ല, ഇതൊക്കെ വെറുതെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വർക്ക് ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മളുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മളൊരു കണ്ടീഷൻഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. നമ്മളുടെ 7 വയസ്സിനുള്ളിൽ നമ്മളെ ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതിനുള്ളിൽ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സും ഫിയേഴ്സും ഡൗട്ട്സ് എല്ലാം നമ്മുടെ തലയ്ക്കുള്ളിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ പേരൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും കൂടി കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മളുടെ സ്വഭാവവും അതേപോലെ മൈൻഡ് സെറ്റും ക്രിയേറ്റ് ആയിരിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി ഉള്ളത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? അവന്റെ കഴിവിൽ വിശ്വസിക്കാനോ അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്നല്ല. നല്ലവണ്ണം പഠിച്ച് മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയിൽ കയറി നിങ്ങൾക്ക് ജീവിതം നല്ലതാക്കാം, സെറ്റാക്കാം എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്തോട്ട് അവന് മേലോട്ട് പോകാൻ കഴിയും എന്നുള്ളതൊന്നും ആരും പറയുന്നില്ല. അവന്റെ കഴിവിൽ വിശ്വസിക്കാൻ പറയുന്നില്ല, അവന്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കാനായിട്ട് അവനെ മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കുന്നില്ല. വളരെ കുറച്ചു പേര് മാത്രമേ അവരുടെ പാഷനും കഴിവും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുള്ളൂ. ഇനി ആരെങ്കിലും ഇതെല്ലാം മറികടന്ന് ഉയരങ്ങളിലേക്ക് എത്തി എന്ന് വിചാരിക്കട്ടെ, അവന്റെ കഴിവും പാഷനും ഇതെല്ലാം ഉപയോഗിച്ച് അവൻ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയും, നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. ശരിയല്ലേ? പൊതുവെ നടക്കുന്ന ഒരു കാര്യമാണത്. നമ്മൾ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല? നമ്മൾ ഈ കണ്ടീഷന്റെ മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തും. നമ്മൾ ഈ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നതിന് ഒരുപാട് എക്സ്ക്യൂസുകൾ കണ്ടെത്തും. അവര് കാരണമാണ് നടക്കാത്തത്, ഇവര് കാരണമാണ് നടക്കാത്തത്, നമ്മുടെ സാഹചര്യം കാരണമാണ്, സാമ്പത്തിക ബാധ്യതകൾ കാരണമാണ്, അതേപോലെ തന്നെ എന്താണ്, ടൈം ഇല്ല. ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് ടൈം ഇല്ല എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ടൈം ഇല്ല എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളത് ഈ 24 മണിക്കൂറാണ്. എല്ലാം നേടുന്നവനും ഒന്നും നേടാൻ പറ്റാത്തവനും ഉള്ളത് ഈ 24 മണിക്കൂർ തന്നെയാണ്. പക്ഷെ അത് ആരും മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല? കാരണം അവന്റെ ഉള്ളില് ഈ കാരണങ്ങൾ, എന്താ പറയാ, ഈ ലിമിറ്റിംഗ് ബിലീഫ്സ്, ഫിയേഴ്സ്, ഡൗട്ട്സ് എല്ലാം വെച്ചിട്ട് ഒരു ലിമിറ്റഡ് മൈൻഡ് സെറ്റ് ആണ് ഉള്ളത്. അതിന് പുറത്തോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന് പേടിയാണ്. നമ്മുടെ മനസ്സിനൊരു കുഴപ്പമുണ്ട്, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കുന്ന അതിന് ഇഷ്ടമല്ല. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വരും. അപ്പോ അതിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സെക്യൂർഡ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തരണം ചെയ്യേണ്ടി വരും, അത് എനിക്ക് പേടിയാണ് എന്നുള്ളതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? കംഫർട്ട് സോണിൽ തന്നെ വന്നിരിക്കും. എന്നെ കൊണ്ട് ഇത് പറഞ്ഞ പണിയല്ല, ഞാൻ പിന്നെ അങ്ങനെ തന്നെ ജീവിച്ചോളാം, എനിക്ക് ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, എന്റെ വിധി ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ അവസ്ഥയിലോട്ട് പോകും. ഒരുപക്ഷെ പഴയ അവസ്ഥയിലോട്ടല്ല, അതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലോട്ടായിരിക്കും പലപ്പോഴും പോകുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് ആണത്. നമ്മളിൽ വിശ്വസിക്കാതെ ഒരു ധൈര്യവും കാണിക്കാതെ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടക്കും? നമ്മൾ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയും, പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. കുറെ ആഗ്രഹങ്ങൾ നടന്നാ നടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ വിടും. ശരിയല്ലേ? അതിന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നടക്കും എന്നുള്ള രീതിയിലാണ് പലരും അത് അങ്ങനെ ജീവിച്ചു പോകുന്നത്. ശരിയല്ലേ? പക്ഷെ ദൈവം നമുക്ക് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചശക്തി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ ഉള്ളിൽ ആ ഒരു പവർ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മളുടെ സമയവും ജീവിതവും വേസ്റ്റ് ആക്കി കളയാണ്. നിങ്ങളുടെ 2025 നിങ്ങൾ 2024 കളഞ്ഞ പോലെ കളയരുത്.
2024 കുറിച്ച് മിക്കവരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയാന്ന് ഇത്രയും മോശമായിട്ടുള്ള ഒരു വർഷം എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ മോശം സമയമായിരുന്നു, എനിക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായത്, ഞാൻ ആഗ്രഹിച്ചത് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല, എന്റെ ജീവിതം തന്നെ പോയി എന്നൊക്കെ പറയണവരുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. എല്ലാ കാര്യത്തിനും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തി ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അവര് അങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം പുറത്ത് കടന്ന് 2025 നിങ്ങൾക്ക് മികച്ചതാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ 2025 വളരെ മികച്ച വർഷമാക്കിയിട്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു വർഷമാക്കി നിങ്ങളിലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് തയ്യാറാവുക. നിങ്ങൾ മാറിയാലേ, അങ്ങനെ ഓരോരുത്തരും മാറിക്കഴിഞ്ഞാലേ ഈ സൊസൈറ്റി മാറുള്ളൂ. ഇനി വരുന്ന തലമുറയ്ക്കും അത് ഉപകാരപ്പെടുള്ളൂ. നമ്മളുടെ ആഗ്രഹങ്ങൾ വെറുതെ നമ്മുടെ ഉള്ളിൽ തന്നെ കുഴിച്ചുമൂടപ്പെടേണ്ടതാണോ? നമ്മൾ ജീവിച്ചു തീർക്കേണ്ടതല്ലേ, അല്ലാണ്ട് വേറൊരാൾ ജീവിക്കേണ്ടതല്ലല്ലോ. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും യുണീക്കാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനുമുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. നമുക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഓരോ വഴികളുണ്ട്. ആ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ളത് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. നമ്മൾ അതിനുള്ള ധൈര്യം കാണിക്കണം. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം. നമ്മളിലുള്ള വിശ്വാസമാണ് ഈ പ്രപഞ്ചശക്തിയുടെ മേലെ വെക്കുന്ന ഏറ്റവും വലിയ വിശ്വാസം. നമ്മൾ ആ ഒരു വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളിലോട്ടും നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് കടക്കേണ്ടി വരും. അപ്പൊ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഈ ഓരോ സ്ട്രഗിൾസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റീസ്, സ്ട്രഗിൾസ്, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ടേ മതിയാവും. അത് കണ്ട് പേടിച്ച് പിന്നോട്ട് പോവരുത്. അങ്ങനെയുള്ളത് എല്ലാം തരണം ചെയ്തിട്ടുള്ളവർ മാത്രമേ മഹാന്മാരായിട്ടുള്ളൂ. അവരാഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളൂ. നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന ആഗ്രഹങ്ങളും നേടുന്നവരെല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ പല കാര്യങ്ങൾ തരണം ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ മുന്നിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ചിന്തകളും റിയാലിറ്റിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങളുടെ ചിന്തകളും ഇപ്പോഴത്തെ റിയാലിറ്റിയും തമ്മിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇനി പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമാണ്. നമ്മൾ എന്ത് തുടങ്ങണ്ടെങ്കിലും നമ്മൾ പറയും ഇന്ന് നല്ല ദിവസമല്ല, നമുക്ക് നാളെ തുടങ്ങാം ഫ്രഷ് ആയിട്ട്. ഇന്നിപ്പോ ഇത്ര നേരമായില്ലേ, നമുക്ക് നാളെ തുടങ്ങാം. എല്ലാം നാളത്തേക്ക് വെക്കും. പിന്നെ എന്ത് ചെയ്യും? അതങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കും. ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഡു ഇറ്റ് നൗ, ഇപ്പൊ ചെയ്തു തുടങ്ങുക. ഈ നിമിഷം നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നോ അത് ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങുക. രണ്ടാമത് ഉണ്ടാക്കിയെടുക്കേണ്ട ശീലം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ശീലം നമ്മളുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക. ഏതിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുക. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾക്ക് ഈ ദിവസം കനിഞ്ഞനുഗ്രഹിച്ച് തന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം തുടങ്ങുക. അതിനുശേഷം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് വരെ നമ്മൾ നന്ദി പറയണം. അങ്ങനെ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ എന്ത് തന്നെയായാലും നമ്മളെ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും എല്ലാത്തിനും നന്ദി പറയുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. നിങ്ങൾ ഇപ്പൊ ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് എത്രയോ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരൊന്നും ആലോചിച്ച് നോക്കിയാൽ അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സാധിക്കാൻ പോകുന്നില്ല. പക്ഷെ അവരെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് തനിക്ക് സാധിക്കും എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അവര് ഗിഫ്റ്റഡ് ചൈൽഡ്സ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കഴിവ് നമുക്കും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോ എക്സ്ക്യൂസ്
കണ്ടെത്തി നമ്മൾക്ക് നന്ദിയില്ലാത്ത രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പൊ എല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമുക്ക് കൈകാലുകളൊക്കെ തന്നിട്ടില്ലേ, കാഴ്ചശക്തി തന്നിട്ടില്ലേ, കേൾവി ശക്തി തന്നിട്ടില്ലേ, കഴിക്കാൻ ഭക്ഷണമില്ലേ, കുടിക്കാൻ വെള്ളമില്ലേ, ധരിക്കാൻ വസ്ത്രമുണ്ട്, അങ്ങനെ എല്ലാത്തിനും നമുക്ക് പ്രപഞ്ചശക്തി ഒരുപാട് അനുഗ്രഹങ്ങൾ കന്നി അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എല്ലാത്തിനും മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു തുടങ്ങുക. ഈ കാര്യമാണ് രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത് ചെയ്യേണ്ടത് നമ്മൾ വിഷൻ ബോർഡ് റെഡിയാക്കുക. വിഷൻ ബോർഡ് പലരും റെഡിയാക്കിയിട്ടുണ്ടാവും. 2024 വിഷൻ ബോർഡ് റെഡിയാക്കിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യുക. പുതിയ ഗോൾസ് എല്ലാം ആഡ് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്യുക. ഇനി ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എങ്ങനെ ചെയ്യണം, എന്താണ് വിഷൻ ബോർഡ് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുക. എല്ലാ ദിവസവും കുറച്ചു നേരം നമ്മൾ നടക്കാൻ ശ്രമിക്കുക. അത് പ്രകൃതിയിൽ ഇറങ്ങി നടക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമുക്കിപ്പോ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പാർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നടക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അങ്ങനെ പ്രകൃതിയുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ദിവസവും ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാവിലെയും രാത്രിയും ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ്. ഇനി പറ്റാത്തവരുണ്ടെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് രാവിലെ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എപ്പോ സമയം കിട്ടിയാലും അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അതിന് ഇന്ന സമയം എന്നൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോ ചെയ്യാൻ സാധിക്കുമോ അപ്പൊ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഗോസിപ്പുകൾ പറയുന്നത് നിർത്തുക. നിങ്ങൾ പലരെയും പറ്റിയിട്ട് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പരാതി പറയാനോ ഗോസിപ്പുകൾ പറയാനോ നിൽക്കരുത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും നിൽക്കണ്ട. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക. അങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള സർക്കിള് തന്നെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അത്രയും നാള് നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നവർ ഗോസിപ്പ് പറയുന്നവരായിരുന്നെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ ചുറ്റും വരുന്ന ആൾക്കാര് നിങ്ങളുടെ എന്താ പറയുക വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കൈ താങ്ങാവുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെ ആരും ഗോസിപ്പ് പറയാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ നയിക്കുന്ന ആൾക്കാരായിരിക്കും കൂടെ ഉണ്ടാവുക. ആ സമയത്ത് പലരും നിങ്ങളിപ്പോ എനിക്ക് ഗോസിപ്പ് കേൾക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ പലരും കളിയാക്കിയേക്കാം. ഓ, നീ ഇത്ര വലിയ പുണ്യാളത്തിയാവാൻ പോണു, ഈ ഒരു ഇതില് മാറ്റം വരുത്താൻ പോവാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് കളിയാക്കലുകളെല്ലാം നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ അതിനൊന്നും മുഖവില കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ഗോസിപ്പുകൾ പരാതികളൊക്കെ നിർത്തിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വരും. നിങ്ങളുടെ ലൈഫിൽ തന്നെ ആ ചേഞ്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഗോസിപ്പുകൾ നിർത്തുക എന്ന് പറയുന്നത് ആൾക്കാരോട് സംസാരിക്കുന്നതോ കേൾക്കുന്നതോ മാത്രമല്ല, നമുക്കിപ്പോ നെഗറ്റീവ് ഇമോഷൻസ് തരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിങ്സ് തരുന്ന TV ഷോസ്, വീഡിയോസ്, മൂവീസ് എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതെയും കേൾക്കാതെയൊക്കെ ഇരിക്കുക. കാരണം അങ്ങനത്തെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്തോറും നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. വിഷ്വൽ ഇമ്പാക്ട്സ് വളരെയധികം കൂടുതലാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ഈ വിഷ്വൽസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ TV ഷോസ് അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസും ഈ ഇമേജസും കൂടി ചെല്ലുമ്പോൾ നമ്മളുടെ മൈൻഡിനെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അതില്ലാതിരിക്കാനാണ് TV ഷോസ്, മൂവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ നിർത്താൻ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ കോമഡി പ്രോഗ്രാംസ് കാണാം. കോമഡി പ്രോഗ്രാംസ് എത്രയോ നല്ല കോമഡി പ്രോഗ്രാംസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണാം. അതേപോലെ നല്ല മൂവീസ് കാണാം, ഫീൽ ഗുഡ് മൂവീസുകളല്ലേ, അങ്ങനത്തെ മൂവീസ് കാണാം. നിങ്ങളുടെ ഇമോഷൻസിനെ ബാധിക്കാത്ത രീതിയിലുള്ള എന്ത് കാര്യം, നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കാത്ത എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് സമയം ചെലവഴിക്കാവുന്നതാണ്. അതേപോലെ എല്ലാ ദിവസവും ഒരു മാക്സിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. മിനിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട്
ചെയ്തുകൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സമയം കണ്ടെത്തുക. അറ്റ് എ ടൈം ഒരു കാര്യം മാത്രം ചെയ്യുക. നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ, മൾട്ടി ടാലന്റഡ് ആണെന്ന് എല്ലാവരും പറയും അല്ലെ, പക്ഷെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാതിരിക്കുക. ഒന്നിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്നിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും നമ്മളുടെ മനസ്സുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എഫക്റ്റ് കൂടുതലായിരിക്കും. എഫക്റ്റീവായിട്ട് നമുക്ക് ആ സമയം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഒന്നിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി സൂക്ഷിക്കുക. നിങ്ങളുടെ പുഞ്ചിരി കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവുകയാണെങ്കിലോ, അവര് ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളുടെ പുഞ്ചിരി കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതൊരു റിലാക്സ് ആയേക്കാം, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കൊടുത്തേക്കാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് സൂക്ഷിക്കുക. എപ്പോഴും സന്തോഷം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നാലും അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യാതെ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കി മീൻസ് ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നല്ലത് ഉണ്ടാവും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രപഞ്ചശക്തി എപ്പോഴും കൂടെയുണ്ട്, എന്നെ കൊണ്ട് ഇത് ഓവർകം ചെയ്യാൻ സാധിക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സ്, ഫിയേഴ്സ്, ഡൗട്ട്സ് എല്ലാം ഇല്ലാതാക്കാനായിട്ട് ഹീലിംഗ് പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ആൽക്കമി എന്നാണ് അതിന്റെ പേര്. അതിന് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 7 ദിവസത്തെ ക്ലാസ് ആണ്. ആ ക്ലാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സ്, ഫിയേഴ്സ്, ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഹീൽ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഫിക്സഡ് ടൈം ഇല്ലാത്തത് കൊണ്ട് ഈ ടൈമിന്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് 2025 വളരെ മികച്ച വർഷമാക്കി എടുക്കുക. നിങ്ങളുടെ ഗോൾസ് എല്ലാം നേടാനായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രപഞ്ചശക്തി എല്ലാവരെയും കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.